നിലയിൽ കാട് പിടിച്ച് നശിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉപകരണങ്ങൾ. ദേശീയപാത 85-ൽ നെല്ലിമറ്റത്തിന് തൊട്ടുമുൻപായുള്ള ചിറയുടെ കരയിലാണ് ഓപ്പൺ ജിം കാട് കയറി നശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഓപ്പൺ ജിം നാളിതുവരെയായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കവളങ്ങാട് പഞ്ചായത്തിൽ ദേശീയപാത 85-നോട് ചേർന്നുള്ള ഒരു കുളത്തിന്റെ കരയിൽ കണ്ട കാഴ്ചയാണ് ഇത്. നിരവധി സഞ്ചാരികൾ വിശ്രമിക്കുന്നതിനും മറ്റുമായി വാഹനങ്ങൾ നിർത്തുന്ന ഇടത്ത് ഒരു കുളവും അതിന്റെ കരയിലായി റോഡിനോട് ചേർന്ന് കുറെ കളിയുപകരണങ്ങളും. കാഴ്ചയിൽ കാണുന്നതുപോലെ മുഴുവനും കാടുപിടിച്ച നിലയിൽ. പബ്ലിക് ജിംനേഷ്യമാണ് ഇതെന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ഹൈവേയുടെ അതിർത്തിക്കും വേനൽക്കാലത്ത് പോലും നിറഞ്ഞുകിടക്കുന്ന കുളത്തിനും ഇടയിലുള്ള 8 അടിയോളം വീതിയിലുള്ള ഭാഗത്താണ് ഈ കളിയുപകരണങ്ങൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. മുടക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണെന്നത് ഈ കളിയുപകരണങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. സാധാരണ ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നത് പൊതുജനങ്ങൾക്ക് വ്യായാമം നടത്തുന്നതിന് വേണ്ടിയാണ്. ഇതോടൊപ്പം ഈ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പരിസരം കോൺക്രീറ്റ് ടൈലുകൾ വിരിച്ച് വൃത്തിയായി സൂക്ഷിക്കും. അതേസമയം ഇവിടം പൂർണ്ണമായും കാടുപിടിച്ച് കിടക്കുകയാണ്. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാനായത് ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണെന്നാണ്. അതേസമയം സമീപത്തുള്ള കുളത്തിന്റെ പരിപാലനം ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബശ്രീയാണെന്നും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ നിന്നും വ്യക്തമായി. കാടുപിടിച്ച് കിടക്കുന്ന ഉപകരണങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണെന്നും അറിയാൻ സാധിച്ചു. ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ ബാക്കിയാണ്. ഇതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും അറിയാനായി. കാരണങ്ങളും വിശദീകരണങ്ങളും നിരവധിയാണെങ്കിലും ന്യായീകരണങ്ങൾ പലതുണ്ടെങ്കിലും അതിനെല്ലാം ഉപരിയായി ജനങ്ങളുടെ പണമാണ് ഇവിടെ മഴ നനഞ്ഞും കാട് കയറിയും നശിക്കുന്നത് എന്നത് വസ്തുതയും വാസ്തവവുമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.